എൻ്റെ പേര് സുഗത സുന്ദർ. എൻ്റെ മോള് ഗ്രാൻഡ് മദറാണ്. ഞാൻ 6th സ്റ്റാൻഡേർഡിൽ ട്രിനിറ്റി ലൈസിയം സ്കൂളിൽ കൊല്ലം എന്നുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. അവളെ അക്കമ്പനി ചെയ്ത് ഞാൻ വരികയായിരുന്നു. ശരിക്കും എൻ്റെ മോളെ കെയർ ഓഫിൽ, എൻ്റെ കുഞ്ഞിൻ്റെ കെയർ ഓഫിൽ എനിക്ക് ഇവിടെ വരികയും ഇത്രയും വലിയ യൂണിവേഴ്സിറ്റിയിൽ വന്ന് കാണാനും. ആൻ എസ് റിജു എൻ്റെ കുഞ്ഞിൻ്റെ പേരാണ്. അവളുടെ കെയർ ഓഫിൽ എനിക്കിവിടെ വന്ന് എല്ലാം കാണാനും, എല്ലാ കുട്ടികളും ഇവിടെ ഓരോ കുട്ടികളുടെ പ്രസൻറ്റേഷനും അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. അതിന് ഇത്രയും പ്രൊമോഷൻ കൊടുക്കുന്ന സ്റ്റോഗോയ്ക്കും അവരുടെ എല്ലാ ഒഫീഷ്യൽസിനും പ്രത്യേകം നന്ദി പറയുന്നു. അമ്മയ്ക്ക് കുഞ്ഞിന് ചോറ് കൊടുക്കണമെങ്കിൽ ഫോണ് വേണം, അല്ലെങ്കിൽ കാർട്ടൂൺ ചാനൽ കാണണം. കുഞ്ഞിനെ പഠിപ്പിക്കണമെങ്കിലും അല്ലെങ്കിൽ അതിനും ഒരു കടം പറയേണ്ടി വരും. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് അവർ ഉറങ്ങിയില്ലെങ്കിൽ പാടും. ചോറ് കൊടുക്കണമെങ്കിൽ വെളിയിൽ കൊണ്ടുപോയി കാക്കയും കുരുവിയൊക്കെ കാണിച്ചു കൊടുക്കും. പക്ഷേ ആ സെറ്റപ്പ് അങ്ങ് മാറിയിട്ട് ഇപ്പോഴത്തെ എൻ്റെ മോക്കും തന്നെ, അവൾക്കും ശരിക്കും ഞാൻ എൻ്റെ മോളെ വളർത്തിയ പോലെ എൻ്റെ മോക്ക് അവളുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയുന്നില്ല. അവരും ഭയങ്കര തിരക്കാണ്. അവളൊരു കോളേജിൽ പ്രൊഫസറാണ്. അവൾ PhD ചെയ്തു. അവളുടെ കീഴിൽ 5 പേര് PhD ചെയ്യുന്നുണ്ട്. കോളേജിൽ HOD ആണ്. അപ്പോൾ അതിൻ്റേതായ നല്ല സർവത്ര തിരക്ക്. എൻ്റെ പുറമെ വീട്ടുകാർ നോക്കണം. മറ്റൊരു കാലത്ത് ഒരു ജനറേഷനിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലം ജനറേഷനിൽ നിന്ന് മാറിയിട്ടാണല്ലോ അമ്മ നിൽക്കുന്നത്. അപ്പം ഈ ജനറേഷനോട് നമുക്ക് കൊടുക്കാനുള്ള ഉപദേശം അത് ഈ ടെക്നോളജി വളരെയധികം നല്ലതാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ അവർക്ക് ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കുഞ്ഞുങ്ങളെയും നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ ശകലം കുറഞ്ഞു പോകുന്നോ എന്ന് എനിക്ക് തോന്നുന്നത് ചിലപ്പം എൻ്റെ പ്രായത്തിൻ്റേതായിരിക്കും. ഞാൻ അന്ന് കൊടുത്തതുപോലെ അത്രയും കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇതെല്ലാം അവൾ ഭംഗിയായിട്ട് മാനേജ് ചെയ്യുന്നു വീട്ടുകാർ. അപ്പോൾ ഈ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ അതിൻ്റെ ഒരു ദുരുപയോഗങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാറുണ്ട്. മോക്ക് TVയിലും പലതും ഒക്കെ ലോക്ക് ചെയ്തിട്ടാണ് മക്കൾ ചെയ്യുന്നത്. പിന്നെ വീണ്ടും അവരടുത്ത് ഒരുപാട് അഡിക്റ്റ് ആകാതെ നമ്മൾ നോക്കുക എന്നുള്ളത് രക്ഷകർത്താവിൻ്റെയും ഗ്രാൻഡ് പാരൻസിൻ്റെയും, പിന്നെ ഗ്രാൻഡ് പാരൻസ് കൂടെയില്ലാത്ത ഒരു ജീവിതമാണ് ഇപ്പോഴത്തെ എല്ലാ കുടുംബങ്ങളിലും ഉള്ളത്. അവരുണ്ടെങ്കിൽ അതിന് ശരിക്കും ഞാൻ ഒരു താങ്ക്സ് പറയുന്നത്, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് അവർക്ക് കിട്ടിയത് കാരണമാണ് മോക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാനും നെറ്റിൽ സെർച്ച് ചെയ്യാനും കണ്ടെത്താനും ഒക്കെ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ അതിനെക്കുറിച്ച് കൊച്ചു കുഞ്ഞായതുകൊണ്ട് അവളുടേതായ രീതിയിൽ അവൾ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. മുതിർന്ന കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ഒരു ഹെൽപ്ഫുള്ളാണ് അവർക്കിത് മനസ്സിലാക്കാനും. അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് ഭംഗിയായിട്ട് മനസ്സിലാക്കിക്കാനും കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒന്നുകൂടെ ശരിക്കും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളൊന്നും അവിടെ പഠിക്കുന്നില്ല. അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരം അവിടെ കിട്ടുന്നില്ല. നല്ല അഡ്വാൻസ്ഡായിട്ട് തിങ്ക് ചെയ്യുന്നത്, വളരെ ഭംഗിയായിട്ട് ബ്രില്യൻ്റായിട്ടുള്ള ഒരു കൂട്ടം കുഞ്ഞുങ്ങളാണ് നമുക്ക് കേരളത്തിലുള്ളത്. അവരെ നേരെ രീതിയിൽ കൊണ്ടുപോകാൻ ഇങ്ങനെയുള്ള സ്റ്റോഗോ പോലെയുള്ള സംഘടനകൾ അത് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു റൂട്ട് തിരിച്ചു വിട്ടുകൊടുക്കാനുള്ള ഒരു ഹെൽപ്പ് ശരിക്കും ഇതിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്.